നിങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു. അവര് പറഞ്ഞു ആ കുട്ടികളെ ടെർമിനേറ്റ് ചെയ്തു എന്ന് അവര് പറഞ്ഞു. ആ കുട്ടികളെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് വെറുതെ നിങ്ങൾ കണ്ടോന്നില്ല, അവര് വെറുതെ പറയാ. നിങ്ങൾ മോക്ക് ഇവിടെ വന്നതിന് ശേഷം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്വേഷിക്കാൻ വന്ന ഞങ്ങളുടെ കൂടെ അവളെ പ്രിൻസിപ്പൽ അനുവാദമൊന്നും ഇല്ലാണ്ട് ഇറങ്ങി വന്നതാണ്. ഈ ആൺകുട്ടികൾ 12 മണിക്ക്, അതായത് രാത്രി 12 മണിക്ക് കോമ്പൗണ്ടിൽ കയറിയതാണ് പ്രശ്നം, ഇത് ലേഡീസ് ഹോസ്റ്റലിൻ്റെ. അത് കണ്ടതിന് ശേഷം ഇവരെ ഉറക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം രാത്രിയാണ് വിളിക്കുന്ന, അമ്മ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പേടിയാവുന്നു, ഞങ്ങൾ മരിച്ചു പോകും ഇവിടെ നിന്നുള്ളതെന്ന്. കാലങ്ങളിൽ 10 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 11 മണിയാകുമ്പം ഡിഫൻസിലെ കുട്ടികളും +2 കുട്ടികളും വന്നിട്ട് ശംഭു വേണോ, സ്വിഫ്റ്റ് വേണോ, ഹാൻസ് വേണോ എന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യുകയാണ്. ഇവർക്ക് രാത്രി ഉറക്കം കാര്യങ്ങളൊന്നുമില്ല. പ്രിൻസിപ്പളിന് അറിയത്തില്ല സ്കൂളിൻ്റെ വിജയ ശതമാനം എത്രയാണ്. അവരടുത്ത് നോക്കേണ്ടി വെച്ചപ്പം പറഞ്ഞു അത് 50, 55 ഇങ്ങനെ. എന്നാലും ഞാൻ എടുത്ത് ചോദിച്ചു 55% വിജയമുള്ള ഒരു സ്കൂളിൽ പ്രിൻസിപ്പലിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറാവുമോ, എസ് ഓർ നോ? അവർ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഇതിനെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചു. നമസ്കാരം. കേന്ദ്ര സേനയിൽ ജോലിക്കായുള്ള പരിശീലനവും +2 പഠനവും വാഗ്ദാനം ചെയ്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനെതിരെ വ്യാപകമായ പരാതി. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന AFPTയുടെ ഡിഫൻസ് എയിം ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇവിടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് ഈ സ്ഥാപനത്തിനെതിരെ അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ രക്ഷിതാക്കൾ തന്നെ പരാതിയുമായി വന്നു. ഇവിടെ ഈ അവരുടെ ആവശ്യം ഈ പഠനം നിർത്തുക എന്നതായിരുന്നു, ഇവിടെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഈ മാനേജ്മെൻറ്റ് അധികൃതരുമായി ചർച്ചയ്ക്കായി എത്തിയപ്പോൾ ഇവരെ ഗേറ്റ് പൂട്ടി അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പോലും ഈ കോളേജിൻ്റെ അധികൃതർ തയ്യാറായില്ല. അതേ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് പോലീസ് എത്തുകയും ചെയ്തു. ഏതായാലും മാതാപിതാക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് വരുന്നത്. എൻ്റെ മോളെ ഇവിടെ ചേർത്തത്. പക്ഷെ മോക്ക് ഇവിടെ വന്നതിന് ശേഷം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്വേഷിക്കാൻ വന്ന ഞങ്ങളുടെ കൂടെ അവളെ പ്രിൻസിപ്പൽ അനുവാദമൊന്നും ഇല്ലാണ്ട് ഇറങ്ങി വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടീൻ്റെ ജീവനാണ് വലുത്. മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അങ്ങനെ പല കുട്ടികളും ഇതിനകത്തുണ്ട് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷെ അവരൊന്നും വീട്ടിൽ പറഞ്ഞിട്ട് കൂട്ടാത്തവരുണ്ട്, സാഹചര്യം കൊണ്ട് കൂട്ടാത്തവരുണ്ട്. പക്ഷെ ഞങ്ങളെ പണത്തിന്റെ ഇതല്ല അന്നേരം നോക്കിയത്, കുട്ടിയുടെ ജീവനാണ്. പ്രധാനമായിട്ടും കുട്ടി നേരിട്ട പ്രശ്നം വെച്ചാൽ ഈ സീനിയർ കുട്ടികളുടെ ഒരു ഭാഗത്ത് അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. ഹോസ്റ്റലിന്റെ മുറിയുടെ പ്രശ്നവും ഭക്ഷണത്തിന്റെ പ്രശ്നമൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ ഈ ആൺകുട്ടികൾ 12 മണിക്ക്, അതായത് രാത്രി 12 മണിക്ക് കോമ്പൗണ്ടിൽ കയറിയതാണ് പ്രശ്നം, ഇത് ലേഡീസ് ഹോസ്റ്റലിന്റെ. അത് കണ്ടതിന് ശേഷം ഇവരെ ഉറക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം രാത്രിയാണ് വിളിക്കുന്ന, അമ്മ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പേടിയാവുന്നു, ഞങ്ങൾ മരിച്ചു പോകും ഇവിടെ നിന്നുള്ളതെന്ന്. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നത്. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഗേറ്റിലുള്ള സെക്യൂരിറ്റി ഗേറ്റ് തുറന്നില്ല. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെ വിളിച്ചു. അകത്ത് കയറിയപ്പോൾ അങ്ങോട്ടും കയറാൻ സമ്മതിച്ചില്ല. അവിടെയും പോകരുത് ഇവിടെയും പോകരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പൽ വന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്കൊരു നിസ്സാരം, അത് ഇവിടുത്തെ ആൺകുട്ടികൾ തന്നെ, പുറത്തുനിന്നുള്ളതൊന്നല്ല, സെക്യൂരിറ്റി ഉറങ്ങിപ്പോയതുകൊണ്ട് കയറിയായിരുന്നു. സെക്യൂരിറ്റി നിസ്സാരമായിട്ട് കാണുന്നത്. എത്രയായാലും പെൺകുട്ടികൾ തന്നെ, ഇവിടുത്തെ ആൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അവർക്കൊരു നിസ്സാര പ്രശ്നം. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. ഞങ്ങൾ നിൽക്കൂലെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ദിവസം ഇവിടുന്ന് പോകാനും പറ്റിയില്ല. വൈകിട്ട് ഈ കുട്ടികളെ എങ്ങനെ രാത്രി കൊണ്ടുപോവുക? നിങ്ങൾ അടച്ചിരിക്കുന്ന തുക ഫീസ് തിരിച്ചു നൽകണമെന്നോ? അതിന്റെ പറഞ്ഞു വരുന്നത് ഫീസ് നൽകണോ? ഞങ്ങൾ 35,000 ഞാൻ ടോട്ടൽ അടച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനം ആയിട്ടില്ല. പഠിപ്പിക്കുന്നില്ല തീരുമാനിച്ചിട്ടുണ്ടോ? കുട്ടിയെ പഠിപ്പിക്കുന്നില്ല തീരുമാനിച്ചു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പരസ്യമൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് പഠിപ്പിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി നമ്മളെ വിളിച്ച് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന പ്രശ്നങ്ങളാണ്. ചെന്തോമോനെ എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇവിടെ രാത്രി കാലങ്ങളിൽ 10 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 11 മണിയാകുമ്പം ഡിഫൻസിലെ കുട്ടികളും +2 കുട്ടികളും വന്നിട്ട് ശംഭു വേണോ, സ്വിഫ്റ്റ് വേണോ, ഹാൻസ് വേണോ എന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യുകയാണ്. ഇവർക്ക് രാത്രി ഉറക്കം കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് അവനായിട്ട് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിച്ച ഒരു കുട്ടിയല്ല പുള്ളിയാണ്. ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടുകളോട് പറഞ്ഞ് ഞാൻ നാളെ ഇവിടെ കിടന്നാൽ ശരിയാകത്തില്ല, അതിനെ കൊണ്ടുപോകണം. അങ്ങനെയാണ് കൊണ്ടുപോകാൻ മെയിൻ കാരണം. പിന്നെ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ ആഹാരം കഴിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് എൻ്റെ സമയം കഴിഞ്ഞ് പോയി, ആഹാരം കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള മെയിൻ വിഷയങ്ങളായിരുന്നു ഇവരുടെ ഏറ്റവും പ്രശ്നം. എന്നിട്ട് അവന് പറ്റിയൊരു
അവസ്ഥയിലാണ് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അച്ചടക്കം ഉള്ള രീതിയിലല്ല ഇത് മനസ്സിലായത്. മിലിറ്ററി അക്കാഡമി ആ രീതിയിൽ അവർ പറയുന്നത്. അതെ, അവരങ്ങനെ പറഞ്ഞത്. അവർ പിന്നെ അവിടെ എന്തിനു ചോദിക്കുമ്പോൾ അവിടുത്തെ സാറന്മാർ കയറി സന്ധ്യ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞാൽ പിന്നെ വെള്ളം അടിച്ച് ആ രീതികളാണ്. തെറി വരെ അവനെ വിളിച്ചെന്നാണ് പറഞ്ഞത് എന്നോട്. എന്നാൽ അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് അവിടെ പറയാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞില്ല. പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വരെ സേഫ്റ്റി ആയിട്ടിരിക്കണമെങ്കിൽ ഇത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടെ പീഡനങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പബ്ലിക്കാക്കാതെ ഇവിടുന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് അന്ന് തന്നെ ഈ സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞതാണ്. പിന്നെ ഇവിടുത്തെ വിജയ ശതമാനം ചോദിച്ചു എത്ര ശതമാനം, അവർ ആദ്യത്തെ ബാച്ചാണ് വെളിയിൽ ഇറങ്ങിയത്. അത് പ്രിൻസിപ്പൾ ചോദിച്ചു എത്ര വിജയ ശതമാനം ചോദിച്ചപ്പോൾ അവർക്ക് എത്ര ആണെന്ന് അറിയത്തില്ല. പ്രിൻസിപ്പളിന് അറിയത്തില്ല സ്കൂളിൻ്റെ വിജയ ശതമാനം എത്ര ആണെന്ന്. അവരടുത്ത് നിന്ന് അക്കൗണ്ട് വെച്ചപ്പം പറഞ്ഞു അത് 50, 55 ഇങ്ങനെ. എന്നാലും ഞാൻ എടുത്ത് ചോദിച്ചു 55% വിജയമുള്ള ഒരു സ്കൂളിൽ പ്രിൻസിപ്പലിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറാവുമോ, എസ് ഓർ നോ? അവർ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ പിന്നെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചു. അതാണ് കാര്യങ്ങൾ. ശരി ശരി. ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ പഠിപ്പിക്കാൻ തീരുമാനമെടുത്തു. എത്ര ദിവസമായി നിങ്ങൾ ഇവിടെ കുട്ടിക്ക് അഡ്മിഷൻ എടുത്തിട്ട്? ഏകദേശം ഒരു മാസമായി അഡ്മിഷൻ എടുത്ത്. ഇവർ ഹോസ്റ്റലിൽ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കഴിഞ്ഞ മാസം മെയ് 28 വന്നു, അഡ്മിഷൻ ഫീസ് അടച്ചു. അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി വന്നിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. 5-ാം തീയതി അഡ്മിഷൻ എടുത്തു. മൊത്തം കാശും അടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ 35,500 രൂപ, ഹോസ്റ്റലിൻ്റെ ഫീസ് 8,500 രൂപ അടക്കം 35,500 രൂപ ഫീസായിട്ട് അടച്ച് അഡ്മിഷൻ എടുത്തു. കുട്ടീനെ ഇവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പം അതിനുശേഷം കുട്ടി ഡെയിലി വിളിച്ച് ഒരേ കരച്ചിലാണ്. ഇവിടെ ബാത്റൂം ശരിയില്ല, വെള്ളം ശരിയില്ല, വെള്ളം കുടിക്കാൻ തണുത്ത വെള്ളമുണ്ട്, അത് കുടിക്കുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും അസുഖം വരും വെള്ളത്തിന് പറ്റിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കാൻ ആളില്ല, അത് ബ്ലോക്കാണ് എപ്പോഴും. കുളിക്കാൻ പോണ സമയത്ത് വെള്ളം വരുന്നില്ല. അപ്പം അതൊക്കെ ഞാൻ അവിടെ ഹെഡ് ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ബോയ്സ് ഹോസ്റ്റലിൻ്റെ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാലും ഗേൾസ് ഹോസ്റ്റലിലേക്ക് വരുള്ളൂ, അതൊക്കെ സാധാരണ എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് അത് കഴിയും. അത് കഴിഞ്ഞിട്ടും പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു തുടങ്ങി. പെൺകുട്ടികളെ ഹോസ്റ്റലിലേക്ക് ഡിഫൻസിൻ്റെ ആൺകുട്ടികൾ കടന്നു വന്നു. ഡിഫൻസിൻ്റെ കോഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കടന്നു വന്നു, പ്രശ്നം ഉണ്ടാക്കി. എല്ലാവരും പേടിച്ച് കരങ്ങി, മാനസികമായിട്ട് വളരെ ഇതിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിറ്റേന്ന് തന്നെ വന്നു, അവളെ ലീവ് എഴുതി കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം എവിടെ വരുന്നേ? ഞാൻ കോഴിക്കോട് നിന്നാണ്. അപ്പം വിവിധ സ്ഥലങ്ങളിൽ പ്രദേശങ്ങളുള്ള? അതെ. എറണാകുളത്തുള്ളവരുണ്ട്, പത്തനംതിട്ട വരുന്നുണ്ട്, ഇവിടെ അടുത്ത് 40 കിലോമീറ്റർ അപ്പുറമുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് പേരാമ്പ്ര ഉള്ളവരുണ്ട്. ഒരു 10-15 മുകളിലുള്ള പേരൻസ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് ഇവരെല്ലാം ഒരുമിച്ചത്? എന്താ വെച്ചാൽ അവര് ഒരു ബിജു എന്ന് പറഞ്ഞ ആളുണ്ട്, ആള് എക്സ് മിലിറ്ററി ആണ്. മൂപ്പര് ഇപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ മൂപ്പര് എന്നെ വിളിച്ചു, ഇതിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, എന്നെ വിളിച്ചു, നിങ്ങളിങ്ങനെ പോയതാണോ? അങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും ആ ഗ്രൂപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ പേരൻസിന്റെ ഗ്രൂപ്പായിട്ട് വന്നിട്ടാണ് ചോദിച്ചത്. ഒറ്റയ്ക്ക് ചെയ്താൽ ഒന്നും നടക്കൂല. അങ്ങനെയാണ് ഇന്ന് വരാൻ തീരുമാനിച്ചത്. ഇന്ന് വരെയും വളരെ മോശമായ രീതിയിലാണ് മാനേജ്മെന്റ് ഒക്കെ ഇല്ല, അതുപോലും കയറ്റിയില്ല, പുറത്ത് താഴിട്ട് പൂട്ടിയിട്ടിരിക്കുക. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അഡ്മിഷൻ എടുത്ത ആളുകളാണ് ഈ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിൽ, ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഇവർ പരാതിയുമായി വന്നു. ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അടച്ച ഫീസ് തിരികെ നൽകണമെന്ന ആവശ്യവുമായാണ് മാതാപിതാക്കൾ വന്നത്. എന്നാൽ ഇവരെ ഇവിടേക്ക് കയറ്റാൻ ഈ അധികൃതർ തയ്യാറാകാതെ വന്നതോടെ അവർ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പിന്നീട് പോലീസ് എത്തി അവരെ ഉള്ളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് മാനേജ്മെൻറ്റുമൊക്കെ ആയി സംസാരിച്ച് ഇവർ നൽകാനുള്ള തുക നൽകാമെന്നൊക്കെ പറഞ്ഞാണ് പിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടികളുടെ ഭാവി തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. +2 അഡ്മിഷൻ നേടിയവരാണ്. പലർക്കും ഇനി തിരികെ മടങ്ങിയെത്തി അഡ്മിഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണുള്ളത്. എന്നാൽ ഏതാണ്ട് 50ഓളം കുട്ടികളൊക്കെ ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമെന്നും ഈ മാതാപിതാക്കൾ തന്നെ അറിഞ്ഞിട്ടുള്ളതായി അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം ലഹരി ഉപയോഗം ഉൾപ്പെടെ ഈ ഹോസ്റ്റലുകളിൽ നടക്കുന്നു എന്നുള്ളൊരു വ്യാപകമായ പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ ആ ഫോൺ എടുത്തില്ല, നമ്മളോട് വിശദീകരിച്ചില്ല, നമ്മളെ ഉള്ളിലേക്ക് അവർ കയറ്റിയുമില്ല. ഏതാനും റിട്ടയർഡായ മിലിറ്ററി ഉദ്യോഗസ്ഥർ തടയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ ബോർഡിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇവർ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഡിഫൻസ് എയിംസ് ഇൻ്റർഗ്രേറ്റഡ് ക്യാമ്പസ് എന്ന ബോർഡിൽ കൊടുത്തിരിക്കുന്ന 2 നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. എന്നാൽ ആ
ബോർഡ് ആ സ്വിച്ച് 2 നമ്പറുകളും പ്രവർത്തനരഹിതമാണ്, ഞങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങനെയാണ് ഇത് തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനമാണോ, ഏത് രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനമൊക്കെ ഇപ്പോൾ പോലീസ് ഏതായാലും അന്വേഷിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇവിടെ വന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഈ സമീപത്തുള്ള നാട്ടുകാരുടെയും കുട്ടികളുടെ പഠനം നിർത്തലാക്കിയ മാതാപിതാക്കളുടെയും ഒക്കെ ആവശ്യമുയരുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.